മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ. മോഹൻലാൽ, സുരേഷ് ഗോപി, മമ്മൂട്ടി തുടങ്ങിയവരുടെ സിനിമാ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എക്കാലത്തെയും ഓർമ്മിക്കുന്ന ക്ലാസിക് സിനിമകൾ സംവിധാനം ചെയ്തത് സിബിയാണ്. സുരേഷ് ഗോപിക്ക് സഹപ്രവർത്തകൻ എന്നതിന് മുകളിലാണ് ഒരു ആത്മബന്ധം സിബി മലയനുമായിട്ടുണ്ട്. ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമാണ് സിബിക്കെന്ന് സുരേഷ് ഗോപി തന്നെ പറയാറുള്ളത്. വർഷങ്ങളായി നിലനിൽക്കുന്ന ആത്മബന്ധത്തെക്കുറിച്ച് ജിഞ്ചർ മീഡ് എന്റർടൈൻ നൽകിയ അഭിമുഖത്തിൽ ഇരുവരും സംസാരിച്ചു. സിബിമലയുമായിട്ടുള്ള ബന്ധം 1982-83 കാലഘട്ടത്തിൽ ആരംഭിക്കുന്നതാണ്. സിനിമാ കരിയർ ആക്കണമെന്ന് ഉറപ്പിച്ച സമയത്ത് ഞാൻ ആദ്യമായി ഓഡിഷന് അറ്റൻഡ് ചെയ്തത് സിബിമലയിൽ കൂടി ഭാഗമായ പാച്ചിക്കയുടെ സിനിമയ്ക്ക് വേണ്ടിയാണ്. കണ്ണോട് കണ്ണോട് നീ കണിമലരല്ലേ എന്ന ഗാനത്തിനൊപ്പം ഞാൻ അഭിനയിക്കുകയും ചെയ്തു. അന്ന് കുഞ്ഞായി തലോലിക്കാൻ ഒരു തലയണ കൊണ്ട് തന്നത് സിബിയാണ്. അതിനുശേഷം ഞാൻ സെലക്റ്റീവായെന്ന് അറിയിച്ചതും സിബി തന്നെയാണ്. പക്ഷെ പിന്നീട് ഞാൻ കണ്ടതും ആ സിനിമയിൽ ഫരൂഖ് ഗോപിച്ചേട്ടൻ അഭിനയിക്കുന്നതാണ്. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയായിരുന്നു ആ സിനിമ. വീണ്ടും ഒരു കുഞ്ഞ് പിറക്കാൻ സാധ്യതയില്ലെന്ന് തോന്നിപ്പിക്കുന്ന കപ്പിളിനെക്കുറിച്ചായിരുന്നു പാച്ചിക്കയ്ക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഗോപിച്ചേട്ടനും സംഗീതയും കാസ്റ്റ് ചെയ്തതെന്നും വിശദീകരണവും പിന്നീട് എനിക്ക് നൽകിയത് സിബിയാണ്. സാന്ത്വനമാണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിബിയുടെ സിനിമ. ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് എനിക്ക് പ്രിയപ്പെട്ട സിബിയുടെ സിന്ദൂരരേഖയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ച് എൻ്റെ ഭാര്യ തിരുവനന്തപുരത്ത് ആശുപത്രിയിലും അനിയൻ ചെന്നൈ ആശുപത്രിയിലും സീരിയസ് കണ്ടീഷനിൽ കിടക്കുന്ന സമയത്ത് ഏതാണ്ട് 1.5 മാസത്തോളം അച്ഛനെയും അമ്മയും പോലെ ഞങ്ങൾക്ക് വേണ്ടി സിബി മലയും കുടുംബവും ചോറും കറിയുമെല്ലാം വെച്ച് തന്നു. ആ സമയമെല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു ഞാൻ. എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംവിധായകനാണ് സിബി. ഒരു ജ്യേഷ്ഠ സഹോദരനാണ് എനിക്ക് സിബി എന്നും സുരേഷ് ഗോപി പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാഹനാപകടത്തിൽ മൂത്ത മകൾ ലക്ഷ്മിയെ സുരേഷ് ഗോപിക്ക് നഷ്ടപ്പെടുന്നത്. ആ നഷ്ടം നൽകിയ വിടവ് ഇന്നും സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണ്. അപകടത്തിൽ ഒരാഴ്ച മുമ്പ് സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി 1 വയസ്സുകാരി ലക്ഷ്മിക്കൊപ്പം സിബി ഒരുപാട് സമയം ചിലവഴിച്ചു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയായിരുന്നു ലക്ഷ്മിയുടെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ സിബിക്കും ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിലായിരുന്നു പണ്ട് സുരേഷ് ഗോപി താമസിച്ചിരുന്നത്. ഒരു ദിവസം എന്നെയും ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചിരുന്നു. സുരേഷിന്റെ ആദ്യ ഭാഗത്തെ ഭാര്യ മകൾ ലക്ഷ്മി ഉണ്ണി വാവോ പാട്ട് പാടിയാണ് ഉറങ്ങുന്നതെന്ന് അന്ന് സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു. ഒരു കുഞ്ഞിനെ എൻ്റെ മടിയിൽ കൊണ്ടിരുത്തി സുരേഷ് ലക്ഷ്മിയെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളെല്ലാം ഞാൻ കണ്ട കാഴ്ച. ഒരാഴ്ച കഴിഞ്ഞാണ് സുരേഷിന്റെ ജീവിതത്തിൽ ആ സങ്കടം സംഭവിച്ചത്. കുഞ്ഞിന്റെ കർമ്മങ്ങൾ നടക്കുന്ന ആ സമയത്ത് സുരേഷിന്റെ അച്ഛൻ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഇന്നും. നിങ്ങളുടെ പാട്ട് കേട്ടാണ് ലക്ഷ്മി ഉറങ്ങിയിരുന്നത്. ആ കരച്ചിലും വാക്കുകളും ഇന്നും എൻ്റെ മനസ്സിനുള്ളിലുണ്ട്. ആ മോളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകനോളം പ്രായമുണ്ടാകുമായിരുന്നു. അത്രത്തോളം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതാണ് സുരേഷ് ഗോപി എന്ന് സിബി മലയിൽ പറഞ്ഞു.